പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 107 സങ്കീർത്തനം 13 വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞെരുക്കങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല ഞെരുക്കങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ. ആർക്കാ ഞെരുക്കമില്ലാത്തത്? ആർക്കാ പ്രയാസമില്ലാത്തത്? ആർക്കാ രോഗമില്ലാത്തത്? ആർക്കാണ് കടഭാരമില്ലാത്തത്? ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രതികൂലമുണ്ട്. പക്ഷേ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ തളർന്നു പോകേണ്ടവരല്ലെന്ന്, ആ നമ്മുടെ ഞെരുക്കങ്ങളെ മാറ്റുന്നവനായ ഒരു ദൈവമുണ്ട്. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ പറഞ്ഞത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പറയേണ്ടവനോട് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടും. നിലവിളിക്കേണ്ടവന്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചാൽ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടും. സ്തോത്രം. മനുഷ്യരോടല്ല നിലവിളിക്കേണ്ടത്, മനുഷ്യരോടല്ല നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത്, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുക. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് ആവശ്യങ്ങൾ അറിയുന്ന നമ്മുടെ ദൈവത്തോട് സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചാണ്. ദാരിയോസ് രാജാവ് രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ മനുഷ്യരുടെ മുഖത്തേക്കല്ല ദാനിയേൽ നോക്കിയത്, തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് താൻ പ്രാർത്ഥിച്ച് ദൈവമുഖത്തേക്ക് നോക്കി തൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ ഞെരുക്കത്തെ ദൈവം മാറ്റിയ ദൈവമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം ഇന്ന് പകൽക്കാലം വിടുവിക്കാൻ പോകുകയാണ്. ദൈവം ഞെരുക്കങ്ങളെ മാറ്റി നിങ്ങൾക്കൊരു വിശാലത നൽകുന്ന ദൈവമാണ്. ഹൃദയത്തിൻ്റെ ആ ഭാരത്തെ മാറ്റി സന്തോഷം നിങ്ങളുടെ മുഖത്ത് ദൈവം നൽകാൻ പോകുകയാണ്. ആകയാൽ പ്രത്യാശയോടെ ഞെരുക്കങ്ങളെ മാറ്റുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിസ്കിയാവ് അതേ മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ താൻ ചെയ്തത്, തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയില്ല, തൻ്റെ മക്കളെ വിളിച്ചില്ല, തൻ്റെ സഹോദരങ്ങളെ വിളിച്ചില്ല, താൻ ചുവരിന് നേരെ തിരിച്ച് താൻ ദൈവത്തോടൊരു പ്രാർത്ഥന കഴിച്ചു. എങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. ഞെരുക്കങ്ങളെ മാറ്റുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെയാണോ ഞെരുങ്ങിപ്പോയത്, ഞെരുക്കത്തിൽ നിന്നും വിശാലതയിലേക്ക് നടത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.